ഹലോ, ഹായ് മുത്തുമണിസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് നമ്മളെ കോടമഞ്ഞിൽ മൂടിയ വയനാടാട്ടോ. എന്തായാലും ഇവിടെ ഇതൊരു ഉച്ചൻ്റെ ഒരു ടൈമാണ്. അപ്പം തന്നെ ഇവിടെ കോടങ്ങോട്ട് മൂടിയിട്ട് ഞമ്മക്കുണ്ടല്ലോ അങ്ങേ അറ്റത്തുള്ള കടകളും റോഡുകളൊന്നും കാണാൻ പറ്റാത്ത ഭയങ്കര ഒരു അവസ്ഥ കേട്ടോ. ഇങ്ങനെ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കോട ഇങ്ങനെ മൂടി നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. മൊത്തം ഇരുട്ട് തന്നെ, നല്ല മഴയും. അപ്പം ഞങ്ങളിങ്ങനെ മഴയത്ത് ഇങ്ങനെ ഇറങ്ങിയതാണ്, ഒന്ന് കാണാലോ ഒന്ന് കയറിച്ച്. എല്ലാവരും നല്ല കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റായിട്ട് തന്നെ ഇറങ്ങിയതാണ്. ആ സമയത്താണ് നല്ല കോടയൊക്കെ വന്നത്, മഞ്ഞിങ്ങോട്ട് മൂടി നിൽക്കുന്നത്. പിന്നെ അതാ നമ്മളിവിടെ ഡീറ്റെയിലൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മക്കൾക്ക് കാര്യമായിട്ട് നമ്മൾ വന്നത്. എന്തിനാന്ന് വെച്ചാൽ ഈ കുരങ്ങന്മാരെ കാണാൻ കേട്ടോ. ഡീറ്റെയിലൊക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. എല്ലാം മഴയത്തും കുട്ടികളൊക്കെ വെച്ചിതാ ഇങ്ങനെ ഇവിടെ ഇരിക്കണം കേട്ടോ. ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആയിട്ടുള്ളൊക്കെ നല്ല ഉഷാറിൽ ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്ത് നല്ല സ്നേഹമുള്ളതായിട്ടുള്ളൂ, ഒന്നും ചെയ്യണമൊന്നുമില്ല. അതൊക്കെ കണ്ടിങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തായിട്ടുള്ളൂടെ ഇങ്ങനെ ആസ്വദിച്ച് കണ്ടിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ തീറ്റകളൊക്കെ കാണാൻ വേണ്ടി വന്നതും. വയനാട് ഒരു പ്രത്യേക ഒരു വൈബ് സ്ഥലം തന്നെയാണ്. നമ്മൾ ഇത് 9-ാം വളവിലെത്തി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇതൊക്കെ ഒന്ന് കാഴ്ച കാണാന്നുള്ളത്. ഫുള്ള് കോടങ്ങട്ട് മുങ്ങി, നല്ലോണം കോടങ്ങട്ട് മൂടി കെട്ടി നിൽക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി മക്കളൊക്കെ ഒന്ന് കണ്ടേറ്റക്ക് പഴമൊക്കെ കൊടുത്ത് നല്ല ഉഷാറിൽ പഴമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കണ കണ്ടിട്ട് മോന് വല്ലാത്ത ചെറിട്ടോ, ഇതൊന്നും അങ്ങോട്ട് ഇറക്കണില്ല, തൊണ്ടയിൽ കുടുങ്ങി പോകുന്നൊക്കെ പറഞ്ഞാട്ടെ. പിന്നെ മോന് ഇതിനങ്ങോട്ട് ഉന്തിടാനൊക്കെ തോന്നട്ടോ. ഓനെന്നെ ഇങ്ങനെ ഓരോന്നാക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഇവരിങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അധികം കളിക്കാൻ പറ്റില്ല, അവരുടെ അധികം സ്നേഹിച്ചാൽ നമ്മളെ മേല് കയറും. അപ്പം പറഞ്ഞാൽ അധികം ഒന്നും കളിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് വീട്ടുള്ള കളിയും ചെറിയും കണ്ട് ഇവരിങ്ങനെ പെരും ചെറി ഇട്ടോ മക്കള്. വീട്ടുള്ള ഓരോ കളി കണ്ടിട്ട് ഇവർ ചെറിക്കാൻ നിൽക്കുകയാണ്. പിന്നെ നല്ല ബ്ലോക്കുമാണ് കേട്ടോ. നമ്മളിവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ സമയത്ത് നല്ല ബ്ലോക്കാണ്. പിന്നെ നമ്മൾ കാര്യമായിട്ട് ഇതിന് സ്കൂട്ടിമേൽ വന്നതുകൊണ്ട് വലിയ ബ്ലോക്കിലൊന്നും കുടുങ്ങാതെ കാറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്ലോക്ക് തന്നെ കുടുങ്ങും കേട്ടോ. നമ്മൾ സ്കൂട്ടിയിൽ അവിടെ താഴെ സാവധാനം അങ്ങനെ അവിടെ ഇറങ്ങിപ്പോയാൽ മതിയല്ലോ, വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങളങ്ങനെ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കട്ടോ. അപ്പം ഞങ്ങളെന്താ ഇവിടെ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഈ മഴ സമയത്താണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ വല്ലാതെ വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഓര് പറഞ്ഞിട്ടെ, ഓർക്ക് ഇതിങ്ങനെ കാണാൻ വേണ്ടി കാര്യമായിട്ട് വേണ്ടി വന്നതാ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് ഇങ്ങോട്ട് കൂടിയും കാണിച്ച് തരാമെന്ന് വിചാരിച്ച്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് റാഹത്തായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ പോന്നു കേട്ടോ. താഴെ എത്താറായിട്ടോ, താഴെ എത്തി അവിടെ നിന്ന് കുറച്ച് നേരം വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ടുള്ള നമ്മളെ നോളജ് സിറ്റിയുള്ള പള്ളി കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്, ഇതൊക്കെ ഒന്ന് കാണാൻ കേട്ടോ. ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് വന്ന് കാണണം. നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണാനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.